CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വി ജോയിയെ വീണ്ടും തെരഞ്ഞെടുത്തു. കോവളം ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ ഐകകണ്ഠേനയാണ് ജോയിയെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. SFIയിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ വി ജോയ് 2 തവണ തുടർച്ചയായി വർക്കല മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA കൂടിയാണ്. ചിറയിൻകീഴ് ശ്രീ ചിത്രവിലാസം സ്കൂൾ ലീഡറായി തുടങ്ങി SFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ച സംഘടനാ പ്രവർത്തന പരിചയം. DYFI ജില്ലാ വൈസ് പ്രസിഡന്റായും മികവ് തെളിയിച്ച അനുഭവ കരുത്ത്. സമരമുഖങ്ങളിലെ തീക്കാറ്റായിരുന്ന ജോയിയെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ പോലീസ് ചവിട്ടി വീഴ്ത്തി മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടുന്ന ചിത്രം ഇന്നും ജനമനസ്സിലുണ്ട്. നിരവധി തവണ പോലീസിന്റെ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങി. കൂടാതെ പാർലമെന്ററി രംഗത്ത് ജനകീയ പിന്തുണ തെളിയിച്ച നേതാവ് കൂടിയാണ് വി ജോയ്. അടൂർ പഞ്ചായത്ത് പ്രസിഡന്റായും 2 തവണ ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും വിജയിച്ചു. പിന്നീട് ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ ജനവിധി തേടിയത്. വർക്കല നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായ 2ാം തവണയും വിജയം. ഈ അനുഭവ പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ജോയ് വീണ്ടും ഐകകണ്ഠേന തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറിയായിരുന്ന ആനാവൂർ നാഗപ്പനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് ജോയ് സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത്. ഇതിനുശേഷം ചേർന്ന ആദ്യ ജില്ലാ സമ്മേളനത്തിലും ജോയ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. BA LLB ബിരുദധാരിയായ ഈ 55-കാരൻ അഴൂർ പെരുങ്കുഴി സൗഹൃദത്തിൽ പരേതനായ വിജയന്റെയും ഇന്ദിരയുടെയും മകനാണ്. സുനിതയാണ് ഭാര്യ. ആര്യയും ആർഷയുമാണ് മക്കൾ. കൈരളി ന്യൂസ്.